ഹായ് കൂട്ടുകാരെ, എവർക്കും വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗം എന്തായിരുന്നു? അണുവായുധ പ്രയോഗം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രസ്ഥാനം ഏത്? പക്വാഷ്. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട രാജ്യം ഏത്? ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട ജപ്പാനിലെ നഗരം ഏത്? ഹിരോഷിമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 6. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത്? അമേരിക്ക. ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം? രാവിലെ 8:15. അമേരിക്ക രണ്ടാമതായി അണുബോംബ് ആക്രമണം നടത്തിയ ജപ്പാനിലെ നഗരം ഏത്? നാഗസാക്കി. എന്നാണ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്? 1945 ആഗസ്റ്റ് 9. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം? പകൽ 11:02. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? രണ്ടാം ലോക മഹായുദ്ധം. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ബറാക് ഒബാമ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? 4400 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? 4670 കിലോഗ്രാം.
ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം എത്രയാണ്? 3 മീറ്റർ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്ര? 3.3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോള ഗേ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര് എന്താണ്? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര്? ക്യാപ്റ്റൻ മേജർ സ്വീനി. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര്? സഡാക്കോ സസക്കി. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി? സുറ്റോമോ യമഗുച്ചി. സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകം ആയിട്ടാണ് നിലകൊള്ളുന്നത്? ലോക സമാധാനത്തിൻ്റെ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത്? ഹിബാകുഷ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി? മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ? റോബർട്ട് ഓപ്പൻഹൈമർ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര്? ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയതെന്ന്? 1945 ജൂലൈ 16. ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം? ഒലിയാണ്ടർ പുഷ്പം. ഹിബാകുഷ എന്ന വാക്കിന്റെ അർത്ഥം? സ്ഫോടന ബാധിത ജനത. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? എലീനർ കോയർ. ഹിരോഷിമയിൽ ആക്രമണം നടന്നിട്ട് എത്രാം ദിവസമാണ് നാഗസാക്കിയിൽ അണുബോംബിട്ടത്? 3-ാം ദിവസം. 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം? 1939. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം? വിശാലമായ ദ്വീപ്. നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം?
ലോങ് കേപ്പ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന? ഐക്യരാഷ്ട്ര സംഘടന. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ്? പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഹിരോഷിമ. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അറിയപ്പെടുന്നത് എങ്ങനെ? ഹോൻഷു. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ക്യുഷു. പക്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബെർട്രാൻഡ് റസൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.